അമ്പലത്തിലൊന്നും പോയിട്ടില്ല, എങ്കിൽ പോലും ചന്ദനക്കുറയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ മുഖത്തും ചന്ദനക്കുറ കാണാൻ പറ്റും കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് പോകുന്നത് ഞങ്ങൾ കൊല്ലം ബീച്ചിലേക്കാണ് പോകുന്നത്. പെട്ടെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. ഒരുപാട് മലകളിൽ അല്ല ഇവിടെ പാറയിലൊക്കെ പോകുന്നതായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ സമയത്തിൻ്റെ ഒരു തകരാറ് മൂലവും ഞങ്ങൾ റെഡിയായി വന്നതിൻ്റെ ഒരു ലേറ്റ് ആയതുകൊണ്ടും ഞങ്ങളിപ്പോൾ പോകുന്നത് കൊല്ലം ബീച്ചിലേക്കാണ്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ട് കേട്ടോ. 3 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞത് 4:30 ഞങ്ങൾ ആയൂരോടിയാണ് പോകുന്നത്. ഞങ്ങളിപ്പോൾ 3 സെക്ഷനായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ 4 പേര് കാറിൽ, 4 പേര് ഓട്ടോയിൽ, 2 പേര് ബൈക്കിൽ. പിറകെ വരുന്നുണ്ട്, കുറച്ചൊരു മുന്നിലുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ചെന്നിട്ട് ബാക്കി വിശേഷം പറയാം. ചിലപ്പോൾ വർക്കല പോയതുപോലെ തന്നെ ആയിരിക്കും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇരുട്ടും, അപ്പോൾ ഫോട്ടോസും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. ഓക്കെ, നോക്കൂ, മാളുവിനെ കാണുന്നുണ്ടോ? അതാണ് കേട്ടോ ഇപ്പം പറയാനുള്ളത്, വേറൊന്നുമില്ല. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഹാപ്പി ഓണം. ഞങ്ങൾ ഇപ്പോൾ അമ്പലത്തിലൊന്നും പോയിട്ടില്ല, എങ്കിൽ പോലും ചന്ദനക്കുറയൊക്കെ ഉണ്ടല്ലോ, എല്ലാവരുടെ മുഖത്തും ചന്ദനക്കുറ കാണാൻ പറ്റും കേട്ടോ. ബൈ. അപ്പം ഇനി അടുത്ത സ്ഥലത്ത് എത്തുമ്പോൾ വരാം. തൊട്ടില്ല. ഹലോ ഗൈസ്, നമ്മൾ കൊല്ലം ബീച്ചിൽ ഓക്കെ നമ്മൾ കൊല്ലം ബീച്ചിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. താണ്ട് ഇപ്പം എല്ലാവരെയും കൂട്ടിമുട്ടി. ആയിക്കോട്ടെ, ഹായ് കാണിക്ക്. നല്ലൊരു തിര വന്നു ഗൈസ്. ഇനി അടുത്തത് വരും. ഞങ്ങൾ അതിനിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പക്ഷെ ഞങ്ങൾ ഇനി അങ്ങോട്ട് ഇറങ്ങും. നല്ല തിരക്കുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര മേളിൽ വെച്ച് എടുക്കണമായിരുന്നു, എന്തോ തിരക്കായിരുന്നു. ഇപ്പോൾ ഇതാണ്ടേ നമ്മൾ വീണ്ടും ഫ്രണ്ടിലോട്ട് പോവാണ്. പേടിയാ, പക്ഷെ ആദ്യം പോകണം. അത് വന്നില്ല. പേടിച്ചേ. ഹലോ ഗൈസ്, ഞങ്ങൾ കുറേ നേരമായി ഇപ്പം എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. ഇവിടെ ഒരുപാട് പട്ടമുണ്ട്. നമ്മൾ ലാസ്റ്റാണ് പട്ടം വിൽക്കുന്ന ആളെ കണ്ടുപിടിച്ചത്. അങ്ങനെയൊക്കെ അച്ഛന്മാർ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾക്ക് മേടിച്ചു തന്നില്ല. ഞങ്ങൾ പോവുകയാണ്. ബൈ. എന്തെങ്കിലും പറയണ്ടോ? ഒന്നും പറയില്ല, ഭയങ്കര തിരയാ, നല്ല കാറ്റും. ചെരുപ്പ് മൊത്തം ഒരു മണ്ണിൻ്റെ ലോഡുണ്ട്, വീട്ടിൽ കൊണ്ട് ഇറക്കാം. ആ ഒരു ഇതിൽ